കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ 36-ാമത്തെ മെസ്സേജാണ് വായിക്കുന്നത്. പാപകരമായ വിദ്യാഭ്യാസം. ഞാൻ ഏറെ ദുഃഖത്തോടെ പറയട്ടെ, ഇതാ മനുഷ്യർ രക്തത്തിന് വേണ്ടിയും സമ്പത്തിന് വേണ്ടിയും ദാഹിക്കുന്നു. അശുദ്ധ പാപങ്ങൾ ഇനിയും വലിയ തോതിൽ വർദ്ധിക്കും. കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക എന്നതും അവരെ ദൈവസ്നേഹത്തിലും ദൈവശുശ്രൂഷയിലും വളർത്തുക എന്നതും എത്രയോ ഗൗരവമായ ഒരു ഉത്തരവാദിത്തമാണെന്ന് മാതാപിതാക്കൾ മറന്നുപോകുന്നു. ഈ അടയാളങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത നശിപ്പിക്കുന്ന പ്രവൃത്തികളിൽ അഭിരമിക്കുന്നു. എത്ര നേരത്തെ കഴിയുമോ അത്രയും നേരത്തെ ചെറുപ്രായത്തിൽ തന്നെ അവർ പ്രായമായവർ മാത്രം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു. അങ്ങനെ തിരിച്ചറിവിൻ്റെ പ്രായമാകുന്നതിന് മുൻപ് തന്നെ ആ കുഞ്ഞുങ്ങളെ നരകത്തിന് യോഗ്യരാക്കുന്നു. അനേകം ആത്മാക്കൾ, വിശിഷ്യ കുട്ടികൾ, തിരിച്ചറിവിൻ്റെ പ്രായമാകാത്ത കുട്ടികൾ വരെ നഷ്ടപ്പെട്ടു പോകുന്നത് ഞാൻ കാണുന്നു. ആ കുഞ്ഞുങ്ങളുടെ ആത്മനഷ്ടത്തിന് കാരണമാകുന്നവരെ അതിന് തക്ക ശിക്ഷയും ദൈവശാപവും കാത്തിരിക്കുന്നു. സഭയ്ക്കു വേണ്ടിയും വൈദികർക്കു വേണ്ടിയും പാപികൾക്കു വേണ്ടിയും വിശിഷ്യ എൻ്റെ വഴിയിൽ നിന്നകന്ന് എന്നെ വീണ്ടും ക്രൂശിൽ തറയ്ക്കാൻ ഒരുമ്പെടുന്നവർക്കു വേണ്ടിയും തീക്ഷ്ണമായി പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ശിക്ഷയുടെ ദിനങ്ങൾക്ക് മുൻപേ അവരെ തിരികെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇക്കാലത്ത് അനേകർ അന്യമതങ്ങളിലേക്ക് ചേക്കേറുന്നുണ്ട്. എന്നെക്കുറിച്ചോ തങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച സഭയെക്കുറിച്ചോ ഒരു ക്രിസ്തീയ ആത്മാവിന് നന്മയായത് എന്തെന്നതിനെക്കുറിച്ചോ ഒരു ചിന്തയുമില്ലാതെ അവർ തങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾക്കിണങ്ങുന്ന മതങ്ങളെ ആശ്ലേഷിക്കുന്നു.